തിരുനാവായ പഞ്ചായത്തിലെ പുതിയ സാരഥികൾക്കൊപ്പം ഭരണചക്രം തിരിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായ ഉദ്യോഗസ്ഥ. കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ കെ ശ്രീലക്ഷ്മിയാണ് ഈ അപൂർവ നേട്ടത്തിന്റെ ഉടമ. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി നേരിട്ട് നിയമനം ലഭിച്ചാണ് 26-കാരിയായ ശ്രീലക്ഷ്മി തിരുനാവായ പഞ്ചായത്തിന്റെ സ്ത്രീയായി മാറാൻ ഒരുങ്ങുന്നത്. ജില്ലയിൽ പുതുതായി ചുമതലയേറ്റ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥയാണ് ശ്രീലക്ഷ്മി. പാലക്കാട് പുത്തൂർ സ്വദേശിനിയായ ശ്രീലക്ഷ്മിക്ക് തിരുനാവായ പഞ്ചായത്ത് ഔദ്യോഗിക ജീവിതത്തിന്റെ അരങ്ങേറ്റ വേദിയാണ്. നീണ്ട 13 വർഷത്തിന് ശേഷമാണ് സർക്കാർ PSC മുഖേന നേരിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി നിയമനം നടത്തുന്നത്. എഴുതിയ ആദ്യ PSC പരീക്ഷയിൽ തന്നെ ഉന്നത വിജയം നേടിയാണ് ശ്രീലക്ഷ്മി ഈ പദവിയിലെത്തിയിരിക്കുന്നത്. 1.5 വർഷം തയ്യാറെടുപ്പ് നടത്തിയ ശേഷമാണ് പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച 471 പേരുടെ അന്തിമ റാങ്ക് പട്ടികയിൽ 40ാം റാങ്കുകാരിയായിരുന്നു ഇവർ. കഴിഞ്ഞയാഴ്ചയാണ് തിരുനാവായയിലേക്കുള്ള നിയമന ഉത്തരവ് ലഭിച്ചത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പുതുക്കത്തിന്റെ അങ്കലാപ്പുകളുണ്ടെങ്കിലും മികച്ച നിലയിൽ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീലക്ഷ്മി. ഞാൻ ശ്രീലക്ഷ്മി. ഞാൻ തിരുനാവായ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. ഇപ്പം എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. നന്നായി പ്രവർത്തിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ പ്ലാനൊന്നുമായിട്ട് സെറ്റൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ അറിയുന്നേ ഉള്ളൂ. അത് ഇപ്പം തന്നെയാണ് ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ പ്രസിഡന്റ് സിഗ്നേഷൻ വന്നതും ഇത് ഇലക്ഷനും ഒക്കെ നടന്നത് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ മനസ്സിലാക്കാനും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുമായിരിക്കും. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയാണ്. 10 വർഷം മുന്നെയാണ് പരീക്ഷ നടന്നത്. ഇപ്പോൾ 2023 നോട്ടിഫിക്കേഷൻ വന്ന് ഈ പരീക്ഷയാണ് ഞാൻ എഴുതിയത്. 25 റിസൾട്ടും 23 വിളിച്ച പരീക്ഷയാണ്. 24 അതിൻ്റെ ആദ്യഘട്ടം ഉണ്ടായിരുന്നത്. പിന്നെ 24 തന്നെ 2ാം ഘട്ടം ഉണ്ടായി. 25 ഇൻ്റർവ്യൂ, ഓഗസ്റ്റിലാണ് റിസൾട്ട്. ഈ ട്രെയിനിങ് തുടങ്ങുന്നേ ഉള്ളൂ. 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അത് ഡേറ്റ് അടുത്ത ആഴ്ചയായിരിക്കും. ഖിലയിൽ 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. മലപ്പുറത്തെ 29 പഞ്ചായത്തുകളിലാണ് പുതിയ യുവ സെക്രട്ടറിമാരെ നിയോഗിച്ചിട്ടുള്ളത്. എല്ലാവരും ശ്രീലക്ഷ്മിക്കൊപ്പം പരീക്ഷ എഴുതിയവർ. 2024 PSCയുടെ പ്രാഥമിക പരീക്ഷ. ബിരുദമായിരുന്നു അടിസ്ഥാന യോഗ്യത എന്നതിനാൽ ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമായിരുന്നു ഈ പദവി. 1 ലക്ഷത്തോളം പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ നിന്ന് തയ്യാറാക്കിയ ചുരുക്കപ്പട്ടിക പ്രകാരമാണ് തുടർ നടപടികളുണ്ടായത്. 146 പേർക്കാണ് നിലവിൽ PSC നിയമന ഉത്തരവ് നൽകിയിട്ടുള്ളത്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന പാലക്കാട് കൃഷ്ണകാര്യത്തിൽ കണ്ണൻകുട്ടിയുടെയും അധ്യാപികയായിരുന്ന ലതയുടെയും മകളാണ് ഇംഗ്ലീഷ് സാഹിത്യ ബിരുദധാരിയായ ശ്രീലക്ഷ്മി. ശാസ്ത്രജ്ഞയായ കല സഹോദരിയാണ്. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. തിരുനാവായ പഞ്ചായത്തിൽ തിങ്കളാഴ്ചയാണ് പുതിയ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചുമതലയേറ്റത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നിലവിലെ ഭരണസമിതിയുടെ 3ാമത്തെ പ്രസിഡന്റും 2ാമത്തെ വൈസ് പ്രസിഡന്റുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വരണാധികാരിക്കൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്കും നേതൃത്വം നൽകാനും ശ്രീലക്ഷ്മിയുണ്ടായിരുന്നു. നിയമനം ലഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 2 തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകാൻ അവസരം ലഭിച്ചത് ഒരുപക്ഷെ ശ്രീലക്ഷ്മിക്ക് മാത്രം സ്വന്തമായ അപൂർവ അവസരമാകും. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ,
ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ.